അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا يأتيكم إلا بغتة يسألونك كأنك عفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൽ അഖിലമാനവും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യൻ്റെ മരണവും ബർസഖി ലോക ജീവിതവുമൊക്കെ കഴിഞ്ഞ കുത്തുബകളിലായിട്ട് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഓരോ മനുഷ്യനും ഓരോ ആത്മാവും അവനവന് അള്ളാഹു നിശ്ചയിച്ച അവധി എടുത്തു കഴിഞ്ഞാൽ ബർസഖി ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അതിന് ഒരു ആരംഭവും ഒരു വളർച്ചയും ഒരു അന്ത്യവുമുണ്ട് എന്നാണ്. ഒരു ജീവി അല്ലെങ്കിൽ ഒരു വസ്തു പൂർണ്ണത പ്രാപിക്കുവാൻ എടുത്ത കാലയളവിൻ്റെ 5-6 ഇരട്ടി കാലമാണ് അത് പ്രകൃതിപരമായി നിലനിൽക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ശാസ്ത്ര നിഗമനം. മാക്സിമം അത്രേ ഉണ്ടാവും, അതിനു മുമ്പും അതിന് നാശമുണ്ടാവാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ഒരു ആരംഭവും ഒരു വളർച്ചയും ഒരു പൂർണ്ണതയും നാശവുമൊക്കെ നമുക്ക് കണ്ടെത്തുവാനും സാധിക്കും. പ്രപഞ്ചനാശത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ശാസ്ത്രീയമായിട്ട് ഉള്ളത്. ഒന്ന്, വികസിക്കുന്ന പ്രപഞ്ചമാണല്ലോ. വികസിക്കുന്ന പ്രപഞ്ചം വികസിച്ച് അവസാനം അത് വേർപെട്ടു പോയി അങ്ങനൊരു നാശമുണ്ടാവാം. അല്ലെങ്കിൽ വികസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വികാസം പൂർണ്ണമായാൽ അത് അതിൻ്റെ എതിർദിശയിൽ അത് നീങ്ങുകയും അത് സങ്കോചിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമെന്ന് ചില ശാസ്ത്രീയ നിഗമനങ്ങളിൽ കാണാം. ദ്രവ്യങ്ങളുടെ ഗുരുത്വാകർഷണം അതിനെ അങ്ങനെ പ്രേരിപ്പിക്കുന്നു. സങ്കോചിച്ച് അതിൻ്റെ സാന്ദ്രത വർദ്ധിച്ചൊരു പൊട്ടിത്തെറി വീണ്ടും ഉണ്ടാവാം, അങ്ങനെ നശിക്കാം. അല്ലെങ്കിൽ ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ അതെല്ലാം വീണിട്ട് പ്രപഞ്ചത്തിൻ്റെ നാശമുണ്ടാവാം. ആഗോള താപനം കൂടി അമിത ജലപ്രവാഹങ്ങളുണ്ടായി കടൽ കരയെ വിഴുങ്ങി അങ്ങനെയും ഒരു നാശമുണ്ടാവാം എന്നൊക്കെയുള്ള നിഗമനങ്ങൾ ശാസ്ത്രീയമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതിഭാസങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ സത്യവിശ്വാസിയായ ഒരാൾക്ക് ഈ നാശത്തിൻ്റെയും ഈ പ്രകൃതി വ്യവസ്ഥയുടെയും പിന്നിലൊക്കെ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുകയും
അവൻ്റെ പ്രവർത്തനമനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വിശ്വസിക്കുകയും ആണ് ഉത്തമം. ഇസ്ലാം അത് ആണ് പഠിപ്പിക്കുന്നത്. ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ തന്നെ അള്ളാഹു അവക്ക് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി നിശ്ചയിച്ചാൽ അത് നശിക്കും. ഈ പ്രപഞ്ചത്തിനും അള്ളാഹു അതേമാതിരി ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അത് നശിക്കുമെന്നാണ്. വസഖറ ശംസ വൽ ഖമർ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നു. അതെല്ലാം തന്നെ നിശ്ചിതമായ ഒരു അവധിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ നുഅഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ എന്ന് സൂറത്ത് ഹൂദിലെ 104 വചനത്തിൽ പറയുന്നു. നിർണിതമായ ഒരു അവധിക്ക് വേണ്ടിയല്ലാതെ അതിനെ നാം പിന്തിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ആ അവധി അത് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ആകെ അള്ളാഹു നശിക്കും, അള്ളാഹു നശിപ്പിക്കും. അതിന് അള്ളാഹുവിനൊരു പ്രയാസവും ഇല്ല എന്നാണ്. പക്ഷേ ആ അവധി എപ്പോഴാണ് എന്ന് ആർക്കും അറിയുകയില്ല. പ്രവാചകന്മാരോ മലക്കുകൾക്ക് പോലുമോ അത് അറിയുകയില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഹദീസിലെ ആ സംഭവം നമുക്കറിയാം. അവസാനമായി നബിയോട് ജിബ്രീൽ ചോദിച്ചത്, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നതാണ്, ജനങ്ങളെ ഇത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവസാനമായി ചോദിക്കുന്നുണ്ട് മതസ്സാ, എപ്പോഴാണ് അന്ത്യനാൾ. അപ്പം പറയുന്നത് റസൂലുള്ളാഹി പറയുന്നു, മൽ മസ്ഊലു ബി അഅലമ മിനസ്സായിൽ. ഇത് ചോദിക്കുന്നവനേക്കാൾ വലിയ വിവരമൊന്നും വിഷയത്തിൽ ചോദിക്കപ്പെടുന്ന എനിക്കില്ല എന്ന് പ്രവാചകൻ പറയുന്നു. അപ്പോൾ നബിക്കോ അല്ലെങ്കിൽ മലക്കുകൾക്കോ ഒക്കെ തന്നെ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അത് അറിയുകയുള്ളൂ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു. 7-ാം അധ്യായം ആറാഫിലെ 187-ാം വചനം. അന്ത്യദിനത്തെക്കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നു, എപ്പോഴാണ് അത് അയക്കപ്പെടുക? നീ പറഞ്ഞേക്കുക, അതിനെക്കുറിച്ചുള്ള അറിവ് പടച്ചോനെടുക്കലാണ്. അത് അള്ളാഹു അതിൻ്റെ സമയം അള്ളാഹു വ്യക്തമാക്കുകയില്ല, പ്രകടമാക്കുകയില്ല, വെളിവാക്കുകയില്ല. അവനല്ലാതെ അത് വെളിവാക്കുകയില്ല എന്നാണ്. അപ്പം ലോകം 2000-ൽ അവസാനിക്കും, 2020-ൽ അവസാനിക്കുമൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിക്കാതെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്, ആളുകളെ കൊന്നൊടുക്കിയ ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമയം അറിയിക്കുക എന്നുള്ളത് വലിയ ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ചും അന്ത്യദിനത്തെക്കുറിച്ചൊക്കെ മുൻകൂട്ടി പറഞ്ഞു കൊടുത്താൽ മനുഷ്യന് അത് അസ്വസ്ഥനാക്കും മനുഷ്യനെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ്, യുക്തിയാണ് അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. എങ്കിലും അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമായിരിക്കും അന്ത്യദിനമുണ്ടാകാമെന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഖൈറു യൗമിൻ തലഅത്തു ഫീ ശംസ് യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിച്ചത് വെള്ളിയാഴ്ചയാണ്. വഫീ ഉഖ്രിജ മിൻഹു, അതിൽ നിന്ന് പുറത്തു വന്നതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമുസ്സാഅ, അന്നാണ് അന്ത്യദിനം നിലവിൽ വരിക എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. ഒരാൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്നായിരിക്കും അന്ത്യദിനം സംഭവിക്കുക എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ, ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. വല തഖൂമന്ന സാഅത്തു, അന്ത്യദിനം നിലവിൽ വരും. രണ്ടാളുകൾ അവരുടെ വസ്ത്രം നിവർത്തി വെച്ച് കച്ചവടം നടത്തുന്നുണ്ട്, അത് മടക്കി വെക്കാൻ അവർക്ക് സമയം കിട്ടുകയില്ല. അതേപോലെ തന്നെ കറന്നെടുത്ത പാല് അത് കുടിക്കുവാൻ സമയം കിട്ടുകയില്ല. അതുപോലെ തന്നെ തൻ്റെ ഭക്ഷണ പദാർത്ഥം തൻ്റെ വായിലേക്ക് ഉയർത്തിയിട്ട് അത് വായിലേക്ക് എത്തിക്കാൻ സമയം കിട്ടുകയില്ല. വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുക. ബൽ തഅതിയഹും ബഗ്തതം ഫതബ്ഹതുഹും ഫലാ യസ്തതിഊന റദ്ദഹാ വലാ ഹും യൻളുറൂൻ. 21-ാം അധ്യായം സൂറത്ത് അംബിയയിലെ 40-ാം വചനത്തിൽ കാണാം. ബൽ തഅതിയഹും, അന്ത്യദിനം അവർക്ക് വരുന്നത് ബഗ്തതൻ, വളരെ പെട്ടെന്നായിരിക്കും. ഫതബ്ഹതുഹും, അത് അവരെ അമ്പരപ്പിച്ച് കളയും. വലാ യസ്തതിഊന റദ്ദഹ, അവർക്കതിനെ നിർത്താൻ സാധ്യമല്ല. വലാ ഹും യൻളുറൂൻ, അവർ അതിന് അല്പം ഇട നൽകപ്പെടുകയും ഇല്ല എന്നാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിനും ജീവജാലങ്ങൾക്കും ഒന്നും താങ്ങുന്നതിൽ അപ്പുറമായിരിക്കും. സഖുലത്ത് ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങൾക്കും ഭൂമികൾക്കുമൊക്കെ താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും ആ ലോകാന്ത്യം എന്ന് സൂറത്ത് ആറാഫിൽ നമുക്ക് 87-ാം വചനത്തിൽ കാണാമാണ്.
എങ്ങനെയാണ് അത് സംഭവിക്കുക? ഖിയാമത്തിൻ്റെ ആരംഭം വിളംബരം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട വിശ്വസ്തനായ അള്ളാഹുവിൻ്റെ മലക്ക് ഇസ്രാഫീൽ തൻ്റെ സൂറിൽ ഊതുന്നതോടുകൂടിയാണ് ഖിയാമത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. യൗമയും ഫിസ്സൂർ ഫഫസിയ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്. 27-ാം അധ്യായം സൂറത്തുൽ നംലിലെ 87-ാമത്തെ വചനം. സൂറിൽ ഊതപ്പെടുന്ന ദിവസം അന്ന് ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാവരും ഭയവിഹ്വലരായിട്ട് അവർ ഭയവിഹ്വലർ ആയിത്തീരും എന്നാണ്. അതിശക്തമായ ഭൂകമ്പമാണ് ലോകാന്ത്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. റിച്ചർ സ്കെയിലൊന്നും രേഖപ്പെടുത്താൻ കഴിയാത്ത വിധം അതിശക്തമായ ഭൂകമ്പമായിരിക്കും അന്നുണ്ടായിരിക്കുക. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിൻ്റെ അന്ത്യപ്രകമ്പനം കൊണ്ടാൽ എന്നാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം അന്ത്യദിനത്തിൻ്റെ പ്രകമ്പനം അത് വലിയ ഒരു സംഭവമാകുന്നു. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അന്നെങ്ങാനും ആരെങ്കിലും സന്നിഹിതനായാൽ അന്നുണ്ടാകുന്ന അവസ്ഥ അതിശക്തമായ പ്രകമ്പനവും ഭീതിജനകമായ അവസ്ഥയും കണ്ടിട്ട് മുലയൂട്ടുന്ന അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയും കൊണ്ട് ഓടിപ്പോകുമെന്നാണ്. ഒരിക്കലും മുലയൂട്ടുന്ന ഉമ്മമാർ കുട്ടികളെ ഒഴിവാക്കില്ല. ഗർഭിണികളായ ആളുകൾ അഗാധമായ പ്രസവം നടന്നു പോകും. മനുഷ്യരെല്ലാം തന്നെ മത്ത് ബാധിച്ച ആളുകളെപ്പോലെ നിനക്ക് കാണാം, എന്നാൽ മത്ത് ബാധിച്ചതല്ല. അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയാണ്. ശക്തമായ ഭൂകമ്പം കൊണ്ട് ഭൂമി പൊങ്ങിയും താഴ്ന്നും കൊണ്ടിരിക്കുന്നു എന്നാണ് വാഖിയയിൽ പറഞ്ഞത്. ഖാഫിളത്തുർ റാഫിയ, ഉയർന്നും പൊങ്ങിയും കൊണ്ടിരിക്കുന്നു. ഭൗമാന്തർഭാഗത്തുള്ള മുഴുവൻ വസ്തുക്കളും പുറത്തേക്ക് വരികയാണ്. അതിൽ മനുഷ്യൻ്റെ മൃതശരീരാവശിഷ്ടങ്ങളുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ധാതുക്കളും ലവണങ്ങളുമുണ്ട്. വാഖറജത്തുൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറത്തേക്കിടുന്നു. ഭൂമിക്ക് ഉറപ്പായിക്കൊണ്ട് അന്തർഭാഗത്തേക്ക് വേരുകളുള്ള പർവ്വതങ്ങളെ അള്ളാഹു വേരോടെ പിഴുതെടുത്തുകൊണ്ട് പരസ്പരം കൂട്ടിയിടിച്ചിട്ട് അത് തകർന്ന് തരിപ്പണമാകുകയാണ്. വബുസ്സത്തിൽ ജിബാലു ബസ്സ, ഭൂമി അത് പർവ്വതങ്ങൾ അത് പൊടിക്കപ്പെടുന്നു. വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ ആയിത്തീരുന്ന ദിവസം. അന്ന് കാടുകളിൽ നിന്നെല്ലാം തന്നെ വന്യമൃഗങ്ങൾ നാടിലേക്ക് ഇറങ്ങി വരികയാണ്. പരസ്പരം ശത്രുതയില്ല. ഈ ലോകത്തിന് സംഭവിച്ച മാറ്റം കണ്ടിട്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയാതെ പരിഭ്രാന്തരായിട്ട് വരികയാണ്. വൈദൽ വുഹൂശൂശിറത്ത്, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. സമുദ്രങ്ങൾ കരകവിഞ്ഞൊഴുകുകയാണ്. ശക്തമായ ഭൂകമ്പം കടലിൽ രൂപപ്പെടുന്നത് കാരണമായിട്ട് ശക്തമായ സുനാമി ഉണ്ടായി. കടൽ ജലം കരകവിഞ്ഞൊഴുകുന്നു. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, കടലുകൾ പൊട്ടിയൊഴുകുകയാണ്. മനുഷ്യനറിയാതെ ചോദിച്ചു പോകുന്നു, വഖാലൽ ഇൻസാനു മാലഹ, ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് എന്തു പറ്റി എന്ന്. ആകാശഗോളങ്ങളെല്ലാം തന്നെ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നു പോവുകയാണ്. വൈദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രഗോളങ്ങളെല്ലാം തകർന്നു വീഴുകയാണ്. അല്ലേ? ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട് പരസ്പരം കൂട്ടിയിടിച്ച് തകരുകയാണ്. ചില ഗോളങ്ങൾ പരസ്പരം തകർച്ച കൊണ്ട് കൂടിച്ചേർന്ന് പോവുകയാണ്. ഇങ്ങോട്ടും ഇടിച്ചിട്ട് അതിൽ ചേർന്ന് പോവുകയാണ്. വജുമിഅ ശംസു വൽ ഖമർ, ഖിയാമയിൽ പറയുന്നു. സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടി യോജിപ്പിക്കപ്പെടുന്നു എന്നാണ്. ആകാശത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള തീഗോളങ്ങളാണ്. ഇടിയുടെ ആഘാതത്താൽ കത്തിപ്പോവുകയാണ് ചിലത്. ഫകാനത്ത് വർദതൻ കദ്ദിഹാൻ, സൂറത്തുർ റഹ്മാനിൽ പറയുന്നു. ആകാശം പിളർന്ന് അഥവാ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്ന് കാനത്ത് വർദത്തൻ കദ്ദിഹാൻ, റോസ് നിറത്തിലുള്ള എണ്ണക്കുഴമ്പ് പോലെ അതായിത്തീരുന്നു. യൗമത്ത് കൂനുസ്സമാഉ കൽ മുഹുൽ, അത് ഉരുകിയ ലോകം മാതിരി ആയിത്തീരുന്നു. അതിഭയങ്കരമായ ശബ്ദം ആകാശലോകത്ത് നിന്ന് കേൾക്കുന്നു. ഇടിയുടെ ശക്തമായ ശബ്ദമാണ് കേൾക്കുന്നത്. അൽ ഖാരിയ മൽ ഖാരിയ, ആ കൂട്ടിയിടിക്കുന്ന സംഭവം. എന്താണ് ആ കൂട്ടിയിടിക്കുന്ന സംഭവം എന്ന് നിനക്കറിയാൻ സാധിക്കുമോ? നമ്മുടെ കർണപുടങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ചെവിക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല.
25 ഡെസിബലിൻ്റെ മുകളിലുള്ള ശബ്ദം മനുഷ്യൻ്റെ കർണപുടങ്ങൾക്ക് താങ്ങുവാൻ കഴിവില്ല എന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗമനം. അപ്പോൾ അതിനപ്പുറമുള്ള ശബ്ദമാണ്. അതുകൊണ്ട് ചെവിടെ അടഞ്ഞു പോകുമ്പോൾ ഇതാ സാഹ ചെകിടടപ്പിക്കുന്ന ശബ്ദം വന്നു കഴിഞ്ഞാൽ അത് ശക്തമായ കാന്തിക വലയത്തിൽ കൃത്യമായ വ്യവസ്ഥയിൽ നീങ്ങിയിരുന്ന ആകാശലോകം ദുർബലമാകുന്നു, തകർന്ന് തരിപ്പണമാകുന്നു. വൻഷക്കത്ത് സമാ ഫഹിയ യൗമൈദിൻ വാഹിയ, ആകാശം പിളർന്ന് അത് ദുർബലമാകുന്നു. ആകാശഭൂമികൾ അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലായിത്തീരുന്നു. വൽ അർളു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാഉ മത്വിയാതും ബിയമീനി. ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലാണ് എന്ന ദിനത്തിൽ. ആകാശം അവൻ്റെ വലത് കരങ്ങളിൽ ചുരുട്ടിപ്പിടിച്ചതായിരിക്കുമെന്നാണ് അല്ലേ. അപ്പോൾ മനുഷ്യൻ രക്ഷയ്ക്കായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷയ്ക്കായിട്ട്. ഒരു ഭാഗത്ത് ഭൂകമ്പം, മറുഭാഗത്ത് കടൽ സുനാമി. എവിടെ നോക്കിയാലും അപകടങ്ങളും മരണങ്ങളും. മനുഷ്യൻ ചോദിക്കുന്നു ഐനൽ മഫർ, എവിടെയാണ് രക്ഷ, എവിടേക്കാണ് ഓടുക എന്ന് മനുഷ്യൻ ചോദിക്കുകയാണ്. അവസാനം അവൻ വിധിക്ക് കീഴടങ്ങുന്നു. എല്ലാവരും നശിക്കുകയാണ്. ലോകത്ത് ഒരു ജീവജാലവും ബാക്കിയുണ്ടാവില്ല. വനുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 68-ാം വചനം. ചൂറിൽ ഊതിനോടുകൂടി ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാ ആളുകളും നാശമടയും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നാണ്. അപ്പോൾ എല്ലാം സകലതും നശിച്ചു കിടക്കുകയാണ്. മനുഷ്യർ, മലകൾ, കുന്നുകൾ, പ്രപഞ്ചമാകെയും ജീവജാലങ്ങൾ എല്ലാം നശിക്കുകയാണ്. ഒന്നും ബാക്കിയില്ല ഭൂമുഖത്ത്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു പോവുകയാണ്, അള്ളാഹുവിൻ്റെ തിരുമുഖം മാത്രം ബാക്കിയാകുന്നു എന്നാണ്. ഇവിടെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ആ ലോകത്തെ നോക്കിയിട്ട് എവിടെ പോയി ഇവിടുത്തെ രാജാക്കന്മാർ, ഇവിടുത്തെ പോക്കരികൾ എവിടെ, അഹങ്കരിച്ചവരെവിടെ, അഹംഭാവം നടിച്ചവരെ എവിടെ എന്നുള്ള ചോദ്യം. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇന്നത്തെ അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദ്, ഏകനായ അടക്കി ഭരിക്കുന്ന അള്ളാഹുവിന് മാത്രമാണ് എന്ന് അള്ളാഹു തന്നെ ആത്മഗതമെന്നോണം പറയുന്നത് 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 16-ാം വചനത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഖിയാമത്തിനെ കുറിച്ച്, ലോകാന്ത്യത്തെക്കുറിച്ച് ഇത്ര ശക്തമായ ഭാഷയിൽ പറയാൻ കാരണം ആളുകളെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്താനല്ല, മറിച്ച് മനുഷ്യനും ഈ ലോകവും ഇതിലുള്ള സകലതും നാശമടയും, അതിനുശേഷമുള്ള ലോകമാണ് ഏറ്റവും യഥാർത്ഥമായ ലോകം എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെ പരിശുദ്ധമായ ഏറ്റവും അന്ത്യഗ്രന്ഥമായ അവസാന ഗ്രന്ഥമായ ഖുർആൻ പറയുമ്പോൾ, നബിയുടെ സുന്നത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ, അതൊരു സത്യമായി അംഗീകരിച്ച് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശക്തമായ ഭാഷയിൽ ലോകാവസാനത്തെക്കുറിച്ചും ലോകാന്ത്യത്തെക്കുറിച്ചും ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം മനുഷ്യന് നാശമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ നാശമുണ്ട്. അത് സത്യമാണ്. അത് ശാസ്ത്രീയമായും പറയുന്നുണ്ട് നശിക്കുമെന്ന്, അതേമാതിരി മതപരമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നാശം ഈ ലോകത്തിനുണ്ട്, ഈ പ്രപഞ്ചത്തിനുണ്ട്. അതിനുശേഷം മറ്റൊരു ലോകം നിലവിൽ വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംഭവിക്കും എന്ന് നമുക്ക് മുന്നറിയിപ്പായി പ്രവാചകന്മാരും പ്രബോധകന്മാരും ഖുർആനും ഒക്കെ പറയുമ്പോൾ നമ്മളത് സംഭവ്യമാണ്, അത് ഉണ്ടാവും എന്നുള്ളത് ഒരു മുൻധാരണയോട് കൂടിയാണ് ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ മനുഷ്യൻ ജീവിതത്തിൽ അനർത്ഥങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും പ്രവർത്തിക്കില്ല. നന്മ ചെയ്ത് സത്യവിശ്വാസിയായിട്ട് നല്ല മനുഷ്യനായിട്ട് അവൻ ജീവിക്കും. അങ്ങനെ ജീവിക്കാൻ അവന് പ്രചോദനം നൽകുന്നതാണ് ഈ വചനങ്ങളും ഈ ലോകനാശത്തെയും പ്രപഞ്ചനാശത്തെയും കുറിച്ചുള്ള ഖുർആൻ്റെ പ്രവചനങ്ങളും ആയത്തുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ഒരു ലോകം നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ മനുഷ്യനും അവരുടെയൊക്കെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കളും ഒക്കെ യാത്രയായി പോയി. നമ്മളും യാത്രയാവാൻ പോവുകയാണ്. അതിനിടയ്ക്ക് എപ്പോഴാണെന്നറിയില്ല, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനും നാശമുണ്ട്. പൊന്നിൻ വില കൊടുത്ത് വാങ്ങിയ
നമ്മുടെ ഭൂമിയും നമ്മുടെ സമ്പത്തും നമ്മുടെ ഫ്ലാറ്റും നമ്മുടെ വീടുമെല്ലാം നശിച്ച് നാമാവശേഷമാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഉണ്ടാവുമെന്നുള്ള സത്യം മനസ്സിലാക്കിയും കൊണ്ട് ഭൗതിക ലോകത്ത് ധാർമ്മിക ബോധത്തിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. റബ്ബ് തആല അത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുയുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ, മനസ്സിന് ആശ്വാസം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.